കേരള വ്ലോഗ് ലോഡിംഗ് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അതെല്ലാം ചീറ്റിപ്പോയി. ലോഡാകാൻ പറ്റിയില്ല, ലോഡ് എടുക്കാൻ പറ്റിയില്ല. ഒരു പരത്തനും പരുത്തി കട്ടി പറിച്ചോണ്ടിരിക്കുകയാണ്. ഞാനിത് കട്ടുപറിക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നേക്കല്ലേ. ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ട്രാവൽ അവർ ഫ്രം കേരള. നമ്മൾ കുറെ നാളുകൾക്ക് ശേഷമാണ് ഇപ്പൊ ഒരു വീഡിയോ എടുക്കുന്നത്. പിന്നെ നമ്മൾ വലിയ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മള് കേരളത്തിൽ പോവാണ്, അപ്പൊ നിങ്ങൾക്ക് ഇനി കേരള വ്ലോഗ് ലോഡിംഗ് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അതെല്ലാം ചീറ്റിപ്പോയി. ലോഡാകാൻ പറ്റിയില്ല, ലോഡ് എടുക്കാൻ പറ്റിയില്ല നമുക്ക്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും തരാനും പറ്റുന്നില്ല. നമുക്ക് വ്ലോഗ് എടുക്കാൻ കേരളത്തിൽ ആകെ ബിസി ആയിപ്പോയി. ആകെ 5 ദിവസം ലീവ് ഉള്ളതിലെ 2 ദിവസം നമുക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചു. 2 അല്ല 3 ദിവസം അല്ലെ. പിന്നെ 2 ദിവസം വീട്ടിലിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരുന്നതുകൊണ്ട്, ക്രിസ്മസും കാര്യങ്ങളൊക്കെ അല്ലായിരുന്നോ, അതുകൊണ്ട്. പിന്നെ ക്രിസ്മസ് നമുക്ക് വലിയ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല നമ്മള്. അതുകൊണ്ട് അതിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സെലിബ്രേഷൻ ഒന്നും നമുക്കില്ലായിരുന്നു ഈ പ്രാവശ്യം. അതുകൊണ്ട് പിന്നെ നമ്മള് എന്താ പറയാനുള്ള, കേരളത്തിൽ പോയിട്ട് പ്രത്യേകിച്ച് നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? നന്നായിട്ട് നടന്നു. അത് സത്യവാ, നന്നായിട്ട് നടന്നു. സമയത്ത് ഭക്ഷണം കഴിക്കാഞ്ഞിട്ടാണെങ്കിൽ സുഖമില്ലാതെ ആയി. ഇങ്ങനെയൊക്കെ സംഭവിച്ചു. എന്നിട്ട് അതിന്റെ എച്ചിക്കണക്കും ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ അത് കേട്ടോണ്ടിരിക്കുന്നുണ്ട്. ഗ്യാസ് കയറി 600 രൂപ മുടക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമുക്ക് വ്ലോഗ് എടുക്കാൻ പാകത്തിനുള്ള സമയവും കിട്ടിയിട്ടില്ല. അങ്ങനെ നമുക്കൊരു ഇത് വന്നിട്ടില്ലായിരുന്നു. പിന്നെ ആകെ ഒരു സിനിമ കാണാൻ പറ്റി. അതാണ് ഒരു എന്റർടൈൻമെന്റ് ആയിട്ടുള്ളത്. അത് പിന്നെ വ്ലോഗ് എടുക്കാൻ പറ്റൂലല്ലോ. അതേ ഉള്ളൂ നമുക്ക് ആകെ. നേര് കണ്ടു, അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങള് വ്ലോഗ് എടുക്കാതിരുന്നത്. പിന്നെ ഞങ്ങൾക്ക് നല്ല ട്രോള് കിട്ടിയിട്ടുണ്ടായിരുന്നു നാട്ടിൽ ചെന്നപ്പോ. ഇങ്ങനെ ട്രോള് കിട്ടിയ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നാട്ടിലേക്ക് വരുമ്പോ ബാക്കിയും കൂടെ കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നത് കേട്ടോ. എങ്ങനെയായിരുന്നു ചേട്ടാ ഈ ട്രോള്? ഏതോ പണ്ടോ എപ്പോഴോ ചെയ്ത ഒരു ബിരിയാണി വെക്കുന്ന വീഡിയോ അല്ലേ? സൺഡേ. ഓക്കെ, പണ്ടത്തെ വീഡിയോയാണ്. അത് വെച്ചിട്ട് നല്ല ട്രോള് കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ പ്രാവശ്യം. വേറെ ഒന്നും അല്ല കേട്ടോ, വീട്ടിൽ നിന്നുള്ളിൽ തന്നെയാട്ടോ. പിന്നെ വിപിൻ, പിന്നെ നമ്മള് വണ്ടി സർവീസിന് വെച്ച സമയത്ത് നമ്മള് ജസ്റ്റ് ഒന്ന് വീട്ടില് വണ്ടി കാണിക്കാൻ പോയ സമയത്ത് നമ്മള് 2 ആൾക്കാർ നമ്മുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളെല്ലാം വ്ലോഗ് ചെയ്യുന്നില്ല എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞങ്ങക്ക് 2 മണിക്കൂർ താമസം വന്നതുകൊണ്ട് വിപിനും സുനിലും അവര് 2 പേരും ഞങ്ങളെ എന്നിട്ട് വീട്ടിൽ കൊണ്ടുവിടുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ 2 പേരെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇരുട്ടി വെച്ച് ചേട്ടായിന്റെ ഫ്രണ്ടിന്റെ അനിയനെ കണ്ടു. അപ്പൊ അനിയനും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നാട്ടിൽ ചെന്നപ്പോ നല്ല പോസിറ്റീവായിട്ട് കുറെ റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ വീട്ടിലെ റെസ്പോൺസ് അത് ട്രോളിന്റെ രൂപത്തിൽ വന്നതേ ഉള്ളൂ. എല്ലാരും കാണുന്നുണ്ട് എന്നുള്ളത് സന്തോഷമുണ്ട്. കാരണം നമ്മള് കേരളത്തിൽ എത്തുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുന്നുള്ളൂ നമ്മുടെ റെസ്പോൺസ്. ഇവിടുന്ന് നമ്മൾക്ക് അങ്ങനെ കിട്ടുന്നില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ആൾക്കാരെ കാണാത്തത് കൊണ്ട്. അപ്പൊ എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. ഇന്നിപ്പോ ഞങ്ങള് എന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ആദ്യത്തെ സൺഡേ ആണ് ഇന്ന്. അപ്പൊ ഞങ്ങള് നമ്മുടെ പള്ളിയിൽ അച്ഛന് സുഖമില്ലാത്ത കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാം. നമ്മളെ വെഡിങ് ആനിവേഴ്സറിക്കോ അന്നൊന്നും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇതുവരെ അച്ഛന് റെഡിയായി വരുന്നതേ ഉള്ളൂ. അപ്പോ അച്ഛൻ ഇതുവരെ നാഗ്പൂരിൽ നിന്ന് നമ്മുടെ പള്ളിയിലേക്ക് വന്നിട്ടില്ല. അപ്പൊ ഞങ്ങള് വിചാരിച്ചു, കുറെ ദിവസമായി നമ്മള് ക്രിസ്മസിന്റെ സമയത്ത് പോകണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ എങ്കില് നാട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും, നമ്മൾ നാട്ടിൽ പോയി വരുമ്പോഴത്തേക്ക് ന്യൂ ഇയർ ആകുമ്പോഴത്തേക്കും അച്ഛൻ വരുമെന്ന് വിചാരിച്ചു. വരാത്തത് കൊണ്ട് ഞങ്ങൾ അച്ഛന്റെ അടുത്തേക്ക് പോവാണ്. അപ്പൊ നമ്മൾ അച്ഛനെ കാണാൻ നാഗ്പൂരാണ് അച്ഛനുള്ളത്. അപ്പൊ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. മാർട്ടിൻ ഡി പോറസ് ചർച്ച് എന്നാണ് ആ പള്ളി. ഇപ്പൊ അച്ഛനുള്ള സ്ഥലത്ത് ബിഷപ്പ് ഹൗസിലായിരുന്നു. ഇപ്പൊ അച്ഛൻ അവിടെ ഒരു പള്ളിന്റെ അവിടെയാ ഉള്ളത്. അപ്പൊ നമ്മൾ അവിടെയാ പോകുന്നത്. ഇവിടെ ഇന്ന് രാവിലെ നല്ല മഞ്ഞായിരുന്നേ. അതുകൊണ്ട് ഞങ്ങൾ ലേറ്റ് ആയി പോരാൻ വേണ്ടിയിട്ട്. വണ്ടി ഓടിക്കണമെങ്കിൽ മഞ്ഞായിരുന്നതുകൊണ്ട് പറ്റുന്നില്ലായിരുന്നു, ഒന്നും കാണുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പോ കുറഞ്ഞു. അത്യാവശ്യം ഡ്രൈവൊക്കെ ചെയ്ത് പോകാൻ മാത്രം ആയി. പക്ഷെ ഫുള്ളായിട്ട് അങ്ങോട്ട് പോയിട്ടൊന്നുമില്ല. അങ്ങനെ ഏരിയ തിരിച്ചിട്ട്, അതുകൊണ്ടാണ് മഴ പോലെ തന്നെയാന്ന് തോന്നുന്നു മഞ്ഞും. ഇന്നലെ നമുക്ക് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നാട്ടിലൊന്നും മഴ പെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഇന്നിപ്പം ഇവിടെ
2 കിലോമീറ്റർ ഇടവിട്ടിട്ട് അല്ലെ അങ്ങനെയാണ് മഞ്ഞുള്ളത്. പിന്നെ നാഗ്പൂര് നമ്മള് ഇടയ്ക്ക് പോയിട്ടുള്ളത് കൊണ്ട് നമ്മള് നാഗ്പൂര് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. നമ്മുടെ ഇപ്പൊ കുറച്ചായിട്ട് ഒരു ഗ്യാപ്പ് ഇട്ടേക്കുമായിരുന്നു. പിന്നെ ഇന്നിപ്പോ പോകണ്ട ഇങ്ങനെ ആയതുകൊണ്ട് നമ്മള് പോകാന്ന്. ഒന്നാമത്തെ കാര്യം എന്നാന്ന് അറിയാവോ, ഇത് ഫുള്ള് ഇങ്ങനെ സ്ട്രെയിറ്റ് റോഡിൽ കൂടെ പോകേണ്ടതുകൊണ്ട് ഭയങ്കര മടുപ്പാണ്. പിന്നെ വെയിലൊക്കെ ഉള്ളപ്പോഴാണെങ്കിൽ ഭയങ്കര ക്ഷീണമാകും. അതുകൊണ്ട് ഈ റോഡിൽ പോകാൻ വേണ്ടി നമുക്ക് ഒന്നാമത് മടിയാണ്. പിന്നെ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ വരുമ്പോ ഈ ഇങ്ങോട്ടേക്ക് ഹോസ്പിറ്റല്, പിന്നെ അതുപോലെ എന്തെങ്കിലും കേരള മാർക്കറ്റ് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് തന്നെ പോകണം. അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. ഇപ്പൊ നമ്മൾ കുറെ നാളായി അല്ലേ ഇന്ന് കേരള മാർക്കറ്റിലെല്ലാം പോകണം. ഇന്ന് ചേട്ടൻ ചോദിക്കും നിങ്ങൾ എവിടെ പോയത്, എത്ര കുറെ കാലം ആയാലോ കണ്ടിട്ടെന്നെല്ലാം പറയും. എന്നാ അതുകൊണ്ട് ചേട്ടായി ഭയങ്കര സ്പിരിറ്റിൽ മിണ്ടാതെ വണ്ടി ഓടിക്കുന്ന വേഗം എത്താൻ വേണ്ടി കേരള മാർക്കറ്റിൽ പോവുക. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത്, ഊഹിക്കാലോ. അതാണ് സംഭവം. അതിന്റെ ഇതിലാണ് കാര്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് വന്ന മനുഷ്യനാണെന്ന് നിങ്ങൾ ആലോചിക്കണം. മമ്മിയാണ് എല്ലാം കൊടുത്ത് പൊതിഞ്ഞു കെട്ടി തന്നു വിട്ടിട്ടുണ്ടെന്നും കൂടെ ആലോചിക്കണം. എന്നിട്ടാണ് അപ്പോ നമ്മള് ഇവിടെ ഇപ്പൊ മഞ്ഞില്ല, നിങ്ങളെ കാണിക്കാന്ന് വെച്ചപ്പോ മഞ്ഞില്ല. അല്ല നല്ല മഞ്ഞ് അവിടെ ഉണ്ടായിരുന്നേ. ഞാനെന്താ ഇങ്ങോട്ട് ഇവരെ കാണിക്കാന്ന് വെച്ച് വന്നപ്പോ മഞ്ഞൊട്ടില്ല. നമ്മളെ കുറ്റമല്ല കേട്ടോ. അവിടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ നോക്കാം. കണ്ടോ, നിങ്ങളെ കാണിക്കാൻ വന്നപ്പോഴത്തേക്കും മഞ്ഞെല്ലാം മാറുന്നുണ്ട്. പിന്നെ ചെറിയ രീതിയിൽ കാണുന്നുണ്ട്. സമയം 9 മണിയായി. എന്നിട്ടാണ് ഇത്രയും വരുന്നത്. രാവിലെ നല്ല രസമായിരുന്നേ. രാവിലെ ഒന്നും കാണത്തില്ലായിരുന്നു, നമുക്ക് ഫുള്ള് മൂടിയിട്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി തന്നെ താമസിച്ചതിന്റെ മെയിൻ കാരണമേ ഒന്നും തിരിയുന്നില്ലാതെ ആയി പോയിന്നേ. അതാ പറ്റിയത്. അതുകൊണ്ട് ഇപ്പൊ നമ്മള് വീഡിയോ ഇടാൻ കുറച്ചിപ്പോ ഒരാഴ്ചത്തെ ഗ്യാപ്പ് ഒക്കെ വരുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗുജറാത്ത് ട്രിപ്പിന് ശേഷം കേരള വ്ളോഗ് എന്നൊക്കെ വിചാരിച്ചിട്ട്. ആക്ച്വലി നമുക്ക് ചോദിച്ചത് നിങ്ങൾ ഗുജറാത്തിലാണോന്നൊക്കെ ചോദിച്ചു. ആണോ? ഗുജറാത്തിലാണ് ട്രിപ്പ് പോയെന്നൊക്കെ. സമയത്താണല്ലോ വീഡിയോ. നമ്മള് കേരളത്തിൽ പോകുന്ന സമയത്ത് ലാസ്റ്റ് വീഡിയോ വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ശരിയാ. അപ്പൊ അങ്ങനെ നമ്മള് ട്രിപ്പ് പോയി വന്നു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് എടുത്താ വീഡിയോ. പക്ഷേങ്കില് നമ്മള് കേരളത്തിൽ പോകുമ്പോ എന്താണേലും ഒരു 1-2 വീഡിയോ ഇടാന്നാ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്നും നടന്നിട്ടില്ലായിരുന്നു. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം അറ്റ്ലീസ്റ്റ് 1-2 വീഡിയോ കേരളത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എടുക്കണമെങ്കിൽ ഇവിടെ പറ്റുള്ളൂ. ഇവിടെയാണ് നമുക്ക് അതിനകത്ത് ടൈം സെറ്റ് ചെയ്യാം. പിന്നെ ആകെ നമ്മള് മാക്സിമം നമ്മളെന്ന് പറയുന്നത് 2 വീക്സ് കൂടുതൽ കിട്ടില്ല. ഈ പ്രാവശ്യമാണെങ്കിൽ 5 ദിവസമേ കിട്ടിയിട്ടുള്ളൂ. ചില കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ ലീവേ കിട്ടിയിട്ടില്ലെന്ന് വേണം പറയാന്. അങ്ങനെയൊക്കെ വന്നത് കൊണ്ടാണ് ഒന്നാമത്തെ കാര്യം. ഒരു മിനിമം ഒരു 15 ദിവസം 20 ദിവസം കിട്ടിയാലേ നമുക്ക് പ്ലാൻ ചെയ്തിട്ടെന്നാലേ പറ്റുള്ളൂ. ഇനി നമ്മൾ അടുത്ത വെക്കേഷൻ ടൈമിൽ നമ്മൾ ഡിഫറെന്റ് ആയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് വ്ലോഗ് കൂടുതൽ എടുക്കാൻ പാകത്തിന് നാട്ടിലേക്കൊരു യാത്ര എന്നുള്ള രീതിയിൽ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളതൊന്നും നടക്കാത്തത് കൊണ്ട് എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഷെയർ ചെയ്യുന്നില്ല. റോഡ് നിങ്ങൾക്ക് ഇത്രയൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും. ഇനി നമുക്ക് ഇന്ന് നമ്മൾ ആ പോകുന്ന സ്ഥലത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാമെന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ ഈ വ്ലോഗ് എടുത്തത്. പിന്നെ കുറെ ദിവസമായി നമ്മൾ വ്ലോഗ് എടുത്തിട്ടുമല്ലോ. അപ്പൊ ഞങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ളത് നിങ്ങളെ കാണിക്കണ്ടേ. കേരളത്തിൽ പോകുവാന്ന് പറഞ്ഞു വ്ലോഗ് നിങ്ങൾ കാണുന്നുമില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും കേരളത്തിൽ ആ വഴി ഞങ്ങൾ പോയിന്ന്. ആ വഴി പോയിട്ടില്ല, ഞങ്ങൾ തിരിച്ചിവിടെ വന്നിട്ടുണ്ട്. ആ വഴി ഞങ്ങൾക്ക് പോകാൻ പറ്റില്ലല്ലോ, നമുക്ക് തിരിച്ചിവിടെ വരണ്ടേ. മധ്യപ്രദേശ് വിട്ടിട്ട് ഞങ്ങൾ ഇനി ഒരു പരിപാടിയില്ല. കാരണം നമ്മളിനി ഇവിടെ സെറ്റിൽ ആവുന്ന രീതിയിലുള്ള പ്ലാനിങ്ങിലേക്കാണ് പോകുന്നത്. കാരണം എല്ലാം കൊണ്ടും അത്യാവശ്യം കുഴപ്പമില്ലാതെ. പിന്നെ വെക്കേഷൻ നാട്ടിൽ വരുന്നു, അതേ ഉള്ളൂ. അത് തന്നെ. അപ്പൊ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേരള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇത്രേ ഉള്ളൂ. പിന്നെ പ്രത്യേകിച്ച് കേരളത്തിൽ പോയിട്ട് ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ. നിങ്ങൾക്ക് വ്ലോഗൊന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്തത് ഞങ്ങൾക്കും വിഷമമുണ്ട്. ഇനി നെക്സ്റ്റ് ടൈം നമ്മൾ അതുകൊണ്ട് ഡിഫറെന്റ് ആയിട്ടൊരു പ്ലാനിങ് ആണ് നടത്തുന്നത്. നെക്സ്റ്റ് ടൈം പോകാൻ ലീവ് കിട്ടുന്നതനുസരിച്ചിരിക്കും. ലീവ് കിട്ടിയിട്ടില്ലെങ്കിൽ, കാരണം ഇപ്പം ഈ സമയത്ത് പോയത് കൊണ്ട് മെയിൽ ഇനി കിട്ടുമെന്ന് അറിയില്ല. കിട്ടിയിട്ടില്ല എങ്കിൽ കിട്ടിയാൽ ഊട്ടി അല്ലെങ്കിൽ ചട്ടി എന്ന് പറഞ്ഞ അവസ്ഥയായി പോകും. അതാണ്
ഇപ്പൊ നമുക്ക് ഇങ്ങോട്ടേക്ക് നമുക്ക് തന്നതാണ് അവര്. ക്രിസ്മസ് അല്ലേ, നിങ്ങളുടെ ഫെസ്റ്റിവൽ അല്ലേ, നാട്ടിൽ പോയിക്കോന്നു പറഞ്ഞിട്ട്. അപ്പൊ ഇനി ചോദിക്കുമ്പോ നിങ്ങളുടെ ഫെസ്റ്റിവൽ കഴിഞ്ഞതല്ലേ, ഡിസംബറിൽ പോയില്ലേ എന്ന് ചോദിച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. കഴിഞ്ഞ ഡിസംബറിൽ തരാഞ്ഞപ്പോ മെയ്യിൽ നമ്മൾ അന്നേരം നമ്മുടെ കുറച്ച് ആവശ്യം ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് അല്ല, പിന്നെ മെയ് ചെന്നപ്പോ നമുക്ക് കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് അതിനു വേണ്ടി നമുക്ക് പറയാനൊരു കാരണം ഉണ്ടായിരുന്നു. ഇനിയിപ്പോ ഒന്നുമില്ല പറയാൻ. അതുകൊണ്ട് കിട്ടണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, തരണേ എന്ന് അവർക്ക് തോന്നട്ടെ. ഇനി നമ്മൾ അവിടെ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഫുള്ള് കാണിച്ച് നിങ്ങളെ ഇങ്ങനെ ബളബളാന്ന് പറഞ്ഞ് ഞങ്ങൾ ബോറടിപ്പിക്കുന്നൊന്നുമില്ല. ശരിയാ. അങ്ങനെ നമ്മളിപ്പോൾ അച്ഛനുള്ള പള്ളീൻ്റെ ഇതവിടെ സൈഡിൽ അച്ഛനെ കാണാം. നമ്മൾ പള്ളി അവിടെ നാഗ്പൂരെത്തി. സെൻറ്റ് മാർട്ടിൻ ഡി പോർട്ടസ് ചർച്ച്, അതാണ് ഈ ഒരു പള്ളിയാണ്. ഇവിടെയാണ് അച്ഛനുള്ളത്. അപ്പം നമ്മളിവിടെ എത്തിയിട്ട് നമുക്കിനി ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഇതാ ഇവിടെ ക്രിസ്മസിന് ഈ പള്ളിയിൽ ഉണ്ടാക്കിയ പുൽക്കൂടാണ് ഇവിടെ ഈ സൈഡിലുള്ളത്. വളരെ നല്ല രസമുണ്ട് കാണാൻ, നല്ല അതിമനോഹരമാണ്. ഉണ്ണീശോയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. വലിയ ഉണ്ണീശോയാണ്, നല്ല വലിപ്പത്തിലുള്ള ഉണ്ണീശോയും മാതാവും യേശുപിതാവും ഇടയന്മാരും ഒക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. വളരെ മനോഹരമായിട്ട് അവർ ഈ ഒരു പുൽക്കൂട് നിർമ്മിച്ചിട്ടുണ്ട്. രാത്രിക്കാകുമ്പോൾ കുറച്ചുകൂടെ നല്ല ലൈറ്റും കാര്യങ്ങളും ഉള്ളതുകൊണ്ട്, ഇപ്പോൾ പകലായതുകൊണ്ട് എന്നിട്ടും നല്ല ഭംഗിയുണ്ട് കാണാനേ. ഇതാ ഉണ്ണീശോയെ നോക്ക്. അതുപോലെ ഇവിടെ ഒരു മാതാവിൻ്റെ ഗ്രോട്ടോയുണ്ട്. നമ്മുടെ പുൽക്കൂട് കണ്ടതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ ഗ്രോട്ടോ. ഇതാണ് പള്ളിയുടെ ചുറ്റുപാടുമുള്ളത്. പള്ളിമുറിയുണ്ട്, ഒരു കോൺവെന്റ്, പിന്നെ അതുപോലെ അച്ഛന്മാർ താമസിക്കുന്ന സ്ഥലമുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു സ്കൂളും ഉണ്ട്. ഇത്രയും കാര്യങ്ങളുണ്ട്. അതുപോലെ ഇതൊരു വലിയൊരു പള്ളി, 1300ഓളം ആളുകൾ വരുന്ന ഒരു വലിയ പള്ളി കൂടിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു സ്കൂള്. അത് ഗേറ്റ് പൂട്ടി കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാനേ പറ്റൂ. ഇവിടെ ഒരു ആരാധനാലയം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ഷീറ്റ് ഇട്ട സ്ഥലമില്ലേ, അതായിരുന്നു പണ്ടത്തെ ആരാധനാലയം. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇന്നത്തെ ഇന്നത്തെ നമ്മളെ സർക്കിട്ട് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വെള്ളിയല്ല സ്വർണം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്.
നമ്മള് കേരള മാർക്കറ്റിൽ പോയി കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് ഫുഡ് കഴിച്ചു. ഫുഡ് ഫുഡായിരുന്നു. ചേട്ടായി ഒറ്റ കാരണമാണ് ആ ഫുഡ്. ചില്ലി ചിക്കൻ ഓക്കെ ആയിരുന്നു. മട്ടൻ ബിരിയാണി വാങ്ങിച്ചു. ഒന്നും കൊള്ളത്തില്ലായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടേ ഇല്ലായിരുന്നു. ചേട്ടായി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കിവി ഷേക്ക് വാങ്ങി തന്നെ, അത് സൂപ്പർ ആയിരുന്നു. പിന്നെ അത് ഫുഡ് എത്ര ഉണ്ടായിരുന്നുള്ളൂ നല്ലതെന്ന് പറയാൻ വേണ്ടിയിട്ട്. അതും കഴിഞ്ഞിട്ട് നമ്മള് ഇപ്പൊ തിരിച്ച് വീട്ടിലേക്ക് പോന്നുകൊണ്ടിരിക്കുവാണ്. സമയം ഇപ്പോൾ 4:35 ആയി. 9 മണിക്ക് പോയാൽ നമ്മളിപ്പോ 4:35 അച്ഛന്റെ അടുത്ത് നിന്ന് കുറെ താമസിച്ചു. നമ്മൾ ഉച്ചയായി അവിടെ നിന്ന് ഇറങ്ങുമ്പോ നമ്മൾ ഉച്ച 1:30 ആയപ്പോൾ നമ്മള് പോകുന്നത്. പിന്നെ ചേട്ടൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ വെച്ച ചേട്ടയ്ക്ക് മൂത്രയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് കോട്ടം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നിർത്തുന്നത്. കറക്റ്റ്. നിങ്ങൾക്ക് കാണുന്നതിനേക്കാളും ഫസ്റ്റ് ഞാൻ പോയിട്ട് കാണും. അതാണ് എന്റേത്. ഞാൻ അങ്ങോട്ട് പോയപ്പോ ചേട്ടയോട് പറഞ്ഞായിരുന്നു എന്നെ കാണിച്ചു തരണമെന്ന്. കാണിച്ചു തരണ ശീലമൊക്കെ ചെക്കനുണ്ട്. നീ കണ്ടിട്ടില്ല ഇതുവരെ? ഇല്ല. അപ്പൊ ഞാൻ ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. നാളെ ഇതാണ് കോട്ടൺ. നമ്മള് പഞ്ഞിയൊക്കെ ആയിട്ട് ഇത് പരുത്തിയാ? ഇത് പരുത്തി ഇതാണ് പരുത്തി ചെടി. ഇതുണ്ടോ, ഇതിങ്ങനെ ഉണ്ടാക്കി കിടക്കുന്നുണ്ട്. ഇത് ഈ കാറ്റ് വരുമ്പോ പറന്നു പോകൂല. ഈ കായില്ലേ, ഈ കായ്ക്കാന്നാണ് ഈ പരുത്തി ഉണ്ടാകുന്നത്. ഈ കാ പൊട്ടുന്നതാണ് ഇങ്ങനെ വരുന്നത്. ഇതിന്റെ കൊണ്ട് പാകിയാ കിളുക്കുമായിരിക്കും. ഇതുണ്ടോ, ഇത് പൊട്ടിയതിനു ശേഷമുള്ള സംഭവം. ഇത് നമുക്ക് ലൈസൂന് ഒരു പണി കൊടുത്താലോ? പരുത്തി കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞാലോ കുരു ഇട്ടിട്ട് അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്കും പഞ്ഞി തന്നേക്കണമെന്ന്. ഇതാണ് ഇത് മുഴുവൻ ഇതാണ് ഈ പരുത്തി തോട്ടം. ചേട്ടൻ അകത്തേക്ക് കയറി പോവേണ്ട, അവര് പോകുന്ന അടി തരും. ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഇത് ബ്ലാക്ക് സോയിലിന് മാത്രമാണ് ഈ പരുത്തി ഉണ്ടാവുള്ളൂ. ബ്ലാക്ക് സോയിൽ മാത്രം. അതുകൊണ്ട് ഇവിടെ ബ്ലാക്ക് സോയിലാണ്. മഹാരാഷ്ട്രയിലെ ഏരിയയിൽ, നമ്മളിപ്പോൾ മഹാരാഷ്ട്രയിലാണ്, മഹാരാഷ്ട്ര ബ്ലാക്ക് സോയിലാണ്. അതുകൊണ്ടാണ് ഇത് ഈ പരുത്തി ഉണ്ടാകുന്നത്. ചേട്ടന്റെ ബനിയനും അതെല്ലാം ഒരേപോലെ തന്നെ. നിന്റെ അതും ഊരണം. ഊരി കഴിഞ്ഞാ ഓക്കെ. അങ്ങനെ പരുത്തിത്തോട്ടത്തിൽ നിന്നും അതെടുക്കാം. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ എന്തേ പരുത്തിത്തോട്ടത്തിൽ നിന്ന് ഒരു പരുത്തിത്തോട്ടത്തിൽ നിന്ന് നമ്മള് ഇതുണ്ടോ, ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് എന്റെ ഇത് സെയിം ആണെന്നുണ്ടോ. കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത് ആ കുരു ഞാൻ മമ്മിക്ക് വേണ്ട കൊടുക്കാൻ പറഞ്ഞു. അതാണ് പരുത്തിക്കുരു. മമ്മിക്ക് പണി കൊടുക്കാൻ പോവാ. എന്നിട്ട് അടുത്ത പ്രാവശ്യം പണ്ട് നമ്മള് മറ്റേ ക്രിസ്മസിനൊക്കെ ഇല്ലേ ഇതിങ്ങനെ വെക്കൂലേ, എടി ഇതിന്റെ മുകളിൽ ഇങ്ങനെ വെക്കൂലേ, മറ്റേ മഞ്ഞായിട്ട് കാണുന്നത്. ഇവിടെ ഒന്നും വെക്കണം, ഒറിജിനലായിട്ട് മഞ്ഞായിട്ട് തന്നെയുണ്ട്. ഇത് 2-3 മുട്ടയിരിക്കുന്ന പോലെ. ഞാനിങ്ങനെ ദൂരെ കണ്ടതല്ലാതെ ഇതുവരെ അടുത്ത് വരാൻ പറ്റിയിട്ടില്ലായിരുന്നു. ചേട്ടൻ ഓടിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് പരുത്തിന്റെ എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഞാനിത് കട്ടുപറിക്കുക. ആ ചേട്ടൻ തൂക്കിയെടുത്ത് എറിയുന്നതിന് മുമ്പ് വേഗം പറിച്ചിട്ട് ഇത് കുരു കൊണ്ടുപോയിട്ട് കിളുക്കുവോ നോക്കാം, നാട്ടിൽ കൊണ്ടുപോയിട്ട്. ഇത് പരുത്തി അവര് പിണ്ണാക്കുണ്ടാകും, പരുത്തി പിണ്ണാക്ക്. പരുത്തിക്കുരുവിനത് പിണ്ണാക്കുണ്ടാകും. പരുത്തിക്കുരു എന്ന് പറഞ്ഞ് പശുവിന് കൊടുക്കുന്ന സാധനമല്ലേ പരുത്തിക്കുരു. ഇതാണ് അതിന്റെ പൂവ് കഴിഞ്ഞിട്ട് അത് പൂ കഴിയുമ്പോഴത്തേന് കായാകും. ഇതാണ് ഒരു സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം. ഇത് ഇവിടെ ഒരു സംഭവം മാറിക്കണേ. അതും പരത്തി ഇത് ആദ്യം ഇതേപോലെ പൂവാണ്. ഈ പൂ കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് ഇതേപോലെ കായ ഉണ്ടാവും. ആ പൂ കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇതുണ്ടോ ഇതിങ്ങനെ വരുന്നുണ്ടോ പഞ്ഞി. ഇതങ്ങനെ പരുത്തി ഉണ്ടാകുന്നത്. ഞാനും ആദ്യം മധ്യപ്രദേശ് വന്നപ്പോൾ ഇത് എന്നാ സംഭവം എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അത് ഇപ്പോഴാണ് സംഭവം മനസ്സിലായത് ഇതെങ്ങനെയാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. പരുത്തിത്തോട്ടത്തിൽ നിന്നുള്ള നമ്മള് വീഡിയോക്ക് പറയുകയാണ്. അങ്ങനെ ഇതുകൊണ്ട് ഇവിടെ കുറെ സ്ഥലമുണ്ട്. മഹാരാഷ്ട്രയുടെ 2 സൈഡും അതെ. ഈ റോഡിന്റെ സൈഡിൽ ഉണ്ടായിരുന്നു. അങ്ങോട്ട് പോയപ്പോ ഞാൻ ചേട്ടനോട് പറഞ്ഞു എനിക്ക് പരുത്തിന്റെ അടുത്ത് എന്താ സംഭവം എന്നറിയില്ല, കാണണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കുമ്പോ ഇപ്പൊ വന്നിട്ട് പരുത്തി കട്ടി പറിച്ചോണ്ടിരിക്കുകയാണ്. ഇല്ല, ഇത്രേ ഉള്ളു, നിർത്തി. ഇത് ഞാൻ കുരു നമ്മളെ നാട്ടിലെ മണ്ണിൽ കിളുക്കുമെന്ന് നമുക്കൊരു റിസർച്ച് നടത്തണ്ടേ, അതിനുള്ള പരിശ്രമത്തിനാണ് ഞാൻ. ബ്ലാക്ക് സോയിലെ കിളുക്കുള്ളൂ. അതിന്റെ അകത്ത് വെണ്ട പോലെയുള്ള പോലെ ഇരിക്കണം. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നാഗ്പൂരേക്ക് പോയി വന്നു, പരുത്തിക്കകത്ത് കയറി. ഒന്നുമില്ല, ജസ്റ്റ് ഇത് കുറെ നാളായി. അതുകൊണ്ട് എല്ലാരെയും കാണാം. നമ്മുടെ കേരളത്തിൽ പോയിട്ട് ബ്ലോഗ് എടുക്കാൻ പറ്റാത്ത ദയനീയാവസ്ഥ നിങ്ങളെ ബോധ്യപ്പെടുത്താം. കേരളത്തിൽ പോലെ മഹാരാഷ്ട്രയിൽ നിന്നാണ് ഇപ്പം ബ്ലോഗ് എടുക്കുന്നത്. അത് തന്നെ, കേരളത്തിൽ വന്നിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇവിടെ വന്നിട്ടാകുമ്പോ
എന്തെങ്കിലും ഒരു റീസൺ കിട്ടുന്നുണ്ട് എടുക്കാൻ വേണ്ടിയിട്ട്. മഹാരാഷ്ട്രയിൽ നിന്ന് വ്ലോഗ് എടുത്ത് നമ്മൾ മധ്യപ്രദേശിലേക്ക് പോവാണ്, തിരിച്ചു പോകുവാണ്. അപ്പോ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഒരു ചെറിയ വീഡിയോ. അപ്പൊ നമ്മൾക്ക് മാക്സിമം നിങ്ങൾ എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്യുക, വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ഓൾ ക്ലിക്ക് ചെയ്യാനും മറക്കല്ല. ലൈക്കും കമന്റും ഒക്കെ പിശുക്ക് കാണിക്കാതെ ഞങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് മറന്നു പോയി. നമ്മളിനി അടുത്തൊരു വീഡിയോ സീരിയസ് എന്തെങ്കിലും നന്നായിട്ട് ചെയ്ത് പ്ലാൻ ചെയ്ത് ചെയ്യാം. സീരിയസോ? സീരിയസ് ഇല്ലേ, എന്തെങ്കിലും കുറെ വീഡിയോസ് ചെയ്യണമെന്നുണ്ട്. ഇനി അതിനുള്ള ടൈം നമ്മൾ അലോട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുമ്പോഴേ ബൈ ബൈ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നേക്കല്ലേ.